കേരളം വിഭാവനം ചെയ്ത കേരയിൽ ഏതു വഴിക്കും സാധ്യമാകുമെന്നാണ് CPIM-ഉം സർക്കാരും നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പിടിവാശിക്ക് വഴങ്ങില്ല എന്ന് കേന്ദ്ര മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്നില്ല, പകരം കേരളത്തിന്റെ സവിശേഷമായ പദ്ധതി, സവിശേഷമായ ലക്ഷ്യങ്ങളുള്ളതാണ് എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം അതിന് സമ്മതിക്കുന്നില്ല. അതിന് ചിലപ്പോൾ ചില രൂപമാറ്റങ്ങൾക്ക് നമുക്ക് വഴങ്ങേണ്ടി വരുമെന്നതിന്റെ സൂചന ആവർത്തിച്ച് നൽകുകയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? അത് നമ്മൾ വിഭാവനം ചെയ്യുന്ന വഴിയല്ല, നമ്മൾ വിഭാവനം ചെയ്യുന്ന പാതയല്ല, നമ്മൾ വിഭാവനം ചെയ്യുന്ന ഗേജ് അല്ല. കേന്ദ്ര സർക്കാർ നിലവിലുള്ള റെയിൽ പാതയ്ക്ക് സമാന്തരമായി എല്ലാ വണ്ടികൾക്കും ഓടാൻ കഴിയുന്ന, എല്ലാ ചരക്ക് വാഹനങ്ങൾക്കും ഓടാൻ കഴിയുന്ന ഒരു പാത ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പാത കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? അപ്പം നാം നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി വിഭാവനം ചെയ്ത ഒരു പാത നടക്കില്ല എങ്കിൽ പിന്നെ എന്തിന് കേന്ദ്രത്തിന് വഴങ്ങി കേന്ദ്രം പറയുന്ന പാത ഉണ്ടാക്കണം? അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അപ്പോൾ കേന്ദ്രത്തിനോടുള്ള ഈ വഴക്കം എന്തിനാണ് എന്ന അടിസ്ഥാന ചോദ്യം അവിടെ വരുന്നു. തൊട്ട് മുൻപത്തെ ദിവസമാണ് നാം PM ശ്രീയെ കുറിച്ച് സംസാരിച്ചത്. കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ കടത്തി പറയാൻ കഴിയുന്ന ഒന്നാണത്. കാരണം ഉത്തരേന്ത്യയിലെ പരിതാപകരമായ സ്കൂളുകളെ കണ്ടിട്ടുണ്ടാക്കിയ പദ്ധതിയാണത്. കേരളത്തിൽ അത്തരം സ്കൂളുകളേ ഇല്ല എന്നു മാത്രവുമല്ല, അതിൽ നിന്ന് കിട്ടാനുള്ള തുക തുച്ഛവുമാണ്. പക്ഷെ നമ്മൾ 2 വർഷം ഹോൾഡ് ചെയ്തതിനു ശേഷം PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സ്കൂളുകൾ വഴി അവരുടെ കാവ്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാനുള്ള NEP-യെ കൊണ്ടുവരാനുള്ള പദ്ധതിയാണെന്ന് പൊതുവെ വിമർശിക്കപ്പെടുന്ന PM ശ്രീയിൽ കേരളം സൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. കേരയിൽ പദ്ധതി വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന മാറ്റമെല്ലാം വരുത്തി ഒപ്പുവെക്കാൻ സന്നദ്ധരാണ് എന്നറിയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാരിനോട് പൂർണ്ണ വഴങ്ങലിന്റെ സമീപനമെടുക്കുന്ന പിണറായി സർക്കാർ എന്ത് സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? 3 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, പണം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ കോംപ്രമൈസ് ചെയ്തിട്ടായാലും എങ്ങനെയെങ്കിലും നാട് നടത്താനുള്ള പണം ഉണ്ടാക്കുകയാണോ അതിൻ്റെ ഉദ്ദേശം? അതോ കേന്ദ്ര സർക്കാരുമായി ഞങ്ങളൊരു സംഘർഷത്തിന്, ഏറ്റുമുട്ടലിനില്ല, തുറന്ന യുദ്ധത്തിന് ഞങ്ങളില്ല, മമതയെ സ്റ്റാലിനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധേയത്തിൻ്റെ സ്വരം പ്രഖ്യാപിക്കുകയാണോ? അതോ അതിനപ്പുറമുള്ള ആക്ഷേപിക്കപ്പെടുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്, CNK അബ്ദുൽ അസീസ്, നാഷണൽ ലീഗിന്റെ പ്രതിനിധി റിജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ സഹീർ PK, കേരളയിൽ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ കൺവീനർ എന്നിവരാണ് ഉള്ളത്. ആദ്യം CNK അബ്ദുൽ അസീസ്, നിങ്ങൾ നോക്കൂ, ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയത്തിന് വിരുദ്ധമാണെന്ന് CPI തന്നെ പറയുന്നു. ഒരു കാലത്ത് CPM-നും അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വഴങ്ങാൻ പോവുകയാണ്. കേരളയിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്ലാൻ വഴി നമുക്ക് ഗുണം ഉണ്ടാവും, മറ്റേ പ്ലാൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, പക്ഷെ നമ്മളത് മാറ്റം വരുത്താനുള്ള സന്നദ്ധത അറിയിക്കുകയാണ്. സത്യത്തിൽ ഇതുകൊണ്ടൊക്കെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ, ഇവിടെ നിങ്ങൾ ആരെങ്കിലും കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു രേഖ വന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ഈ 2 ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. കേരയിൽ പദ്ധതി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും എന്നാരും ഇവിടെ പറഞ്ഞിട്ടില്ല. PM ശ്രീ പദ്ധതിയും അതുപോലെ PM ശ്രീയുടെ NEP നടപ്പാക്കിക്കൊണ്ട് PM ശ്രീ പദ്ധതിയും നടപ്പാക്കും എന്നും ആരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഫണ്ട് കിട്ടാൻ നാം അർഹരാണ്, പക്ഷേ NEP പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായി CPIM ആണ് കേരളം ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി CPIM ആണ് മുന്നണിയുടെ. ആ CPIM-ന്റെ ജനറൽ സെക്രട്ടറി പറയുകയാണ് NEP കേരളത്തിൽ നടപ്പാക്കാനുള്ള യാതൊരു നീക്കവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാവില്ല, എന്നാൽ അത് നടപ്പാക്കാതെ തന്നെ PM ശ്രീയിലൂടെ ഫണ്ട് കിട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള പരിശോധന മാത്രമാണ് നടത്തുന്നത്. അത് വളരെ കൃത്യമാണ്. NEP എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, രാജ്യത്ത് സംഘുപരിവാറിൻ്റെ RSSൻ്റെ രാഷ്ട്രീയ അജണ്ടയും വർഗീയ അജണ്ടയും നടപ്പാക്കാനുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സംശയമില്ലായ്ക കൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷമായി NEP പദ്ധതി വേണ്ടിവരുമോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതി നമ്മൾ ഏറ്റെടുത്തിട്ടുമില്ല. പക്ഷേ പുതിയ പഠനങ്ങളുടെയും പുതിയ പരിശോധനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതി ഒരു ഫണ്ടിംഗ് പദ്ധതി ആണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ NEP നടപ്പാക്കാതെ തന്നെ ഈ PM ശ്രീയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക, ഇഷ്ടമില്ലാത്തതോടെ ബാക്കി വെക്കുക, അതൊന്നും നടക്കില്ല. മോദി അത് ഉണ്ടാക്കിയത് എന്തിനാണ്?
NEP ഇവിടെ ഒരു പൈലറ്റ് വെഹിക്കിൾ എന്ന നിലയ്ക്കാണ് PMC ഉണ്ടാക്കിയിരിക്കുന്നത്. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാനുള്ള പ്രതലമൊരുക്കുകയാണ് ഈ പറയുന്ന PMC വഴി ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളെ ഒന്നുകൂടി ഇൻഫ്ര മെച്ചപ്പെടുത്തുക. അത് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇന്നലെ ജനയുഗം പത്രം അതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് നടപ്പിലാവുക എന്നത്. ആ സ്കൂളുകൾക്ക് പ്രത്യേക പാഠ്യപദ്ധതിയാണ്, പ്രത്യേക പ്രവർത്തന ശൈലിയാണ്, പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം പ്രത്യേകമാണ്. എന്ന് വെച്ചാൽ NEPയെ കൊണ്ടുവരിക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന്, അതിൻ്റെ പൈസ മാത്രം മേടിക്കലല്ലോ, NEP സൈൻ ചെയ്തിട്ടായാലും ബാക്കി കിട്ടാനുള്ള SSA ഫണ്ടെല്ലാം വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്ന ആലോചനയും സർക്കാരിനുണ്ട്. അപ്പോൾ പൈസ കിട്ടണം, പൈസ കിട്ടിയേ പറ്റൂ. മൊത്തം ഒരു 4000 കോടി കിട്ടുമായിരിക്കും. ആ 4000 കോടിക്ക് വേണ്ടി വേണമെങ്കിൽ കുറച്ച് പോളിസി കോംപ്രമൈസ് ആവാം എന്ന് ഈ 2ാം വർഷം തീരുമാനിക്കുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. നമുക്കിത് എടുക്കാൻ പറ്റാത്തതാണെന്ന് വിദ്യാർത്ഥി സംഘടനമായിട്ടുള്ള യോഗത്തിൽ പറയുകയാണ്. ABVP ആവശ്യപ്പെടുന്നു ഇത് നടപ്പിലാക്കണമെന്ന്. ബാക്കി എല്ലാവരും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, സർക്കാർ പറഞ്ഞു ശരി നടപ്പിലാക്കുന്നില്ല, ഹോൾഡ് ചെയ്യാം. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ന് ABVP പറഞ്ഞ കാര്യം ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്തിനാണ്? ഈ പറയുന്ന 3800 കോടിക്ക് വേണ്ടി. പക്ഷെ അതെ ഞാൻ വരുന്നത് അതുതന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തീർച്ചയായും നടപ്പാക്കും എന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള പരിശോധനകളാവാം എന്നത് മാത്രമാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സഖാവിൻ്റെ കൃത്യമായ നിലപാട് വരുന്നത്. അതുകൂടി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാം. 1976 വരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല. ആ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ ഇന്ദിരാഗാന്ധി ഒരു ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയി. കേന്ദ്ര ഗവൺമെന്റിന് നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് നിലപാടുകൾ എടുക്കാനും അത് സംസ്ഥാനങ്ങളിൽ മേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള അവകാശം കേന്ദ്രത്തിന് കൊടുത്തത്, സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തത് ഇന്ദിരാഗാന്ധിയുടെ ഒരു നയവും ഒരു നിലപാടുമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇവിടെ പലരും സൂചിപ്പിക്കുന്നുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന് അടിയറ വെക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ BJP സംഘപരിവാർ കക്ഷികൾക്ക് അടിയറ വെക്കാൻ പോവുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. ഇത് പറയുന്നതിൽ പ്രധാനികൾ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒറ്റ കാര്യമാണ് ചോദിക്കാനുള്ളത്. രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലാണല്ലോ. ആ 3 സംസ്ഥാനങ്ങളിലും NEP നടപ്പാക്കിയിട്ടുണ്ടോ? PM-ശ്രീ പദ്ധതി പ്രകാരം അവർ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ എന്ത് അവകാശം? അതൊരു കോൺഗ്രസ്സുകാർ എന്ത് പറയുന്നു? ജനത്തിന്റെ ചോദ്യത്തിന് ജനത്തോടാണ് ഉത്തരം പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ പോളിസിക്കകത്ത് നിൽക്കുന്നുണ്ടോ? ചോദിക്കുമ്പോൾ മന്ത്രി V ശിവൻകുട്ടി പറയുന്നത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് പൈസയ്ക്ക് അവകാശം ഉണ്ടല്ലോ എന്നാണ്, അല്ലാതെ പരിശോധിക്കുന്നുള്ളതല്ല. എന്ന് വെച്ചാൽ പൈസയ്ക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് ഒപ്പിടാമെന്നതിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ CPI വിയോജിക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം എന്ന് അദ്ദേഹം വളരെ സിമ്പിളായി പറയുകയാണ്. DYFI പറയുന്നു നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ വന്നോട്ടെ, കാവ്യവൽക്കരണം വരുമ്പോൾ വേറെ നോക്കാമെന്നാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പോളിസി ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് PM-ശ്രീയുടെ കാര്യത്തിൽ. അതിനുശേഷം ഇപ്പോൾ കേരളയിൽ ഇങ്ങനെ ആയാലേ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ഖണ്ഡിതമായ നിലപാട്. ഇപ്പം പറയുകയാണ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന്. എന്തിനാ മാറ്റം? ആ മാറ്റം കൊണ്ടുള്ള കാര്യം എന്താണ്? എല്ലാ സെയിം ഗേജിൽ നമ്മൾ റെയിൽ പാത പണിതിട്ട് മറ്റേ വണ്ടിയുടെ കൂടെ ഓടിക്കാനാണെങ്കിൽ എന്താ കാര്യം? അപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിക്ക് നാം വഴങ്ങി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നത് വിശദീകരിക്കണം. ഈ PM-ശ്രീയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? എത്ര കോടി കിട്ടും? ലക്ഷം മാത്രമേ കിട്ടൂ, അതോ 5 വർഷം കൊണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സൈൻ ചെയ്തുള്ള ഗുണം എന്താണ്? പിന്നെ സ്കൂൾ നന്നാകുന്നോ? സ്കൂളിൽ റാമ്പ് വരും, സ്റ്റെപ്പ് വരും, ശുചിമുറി വരും. അതില്ലാത്ത ഏത് സ്കൂളാണ് കേരളത്തിലുള്ളത്? അപ്പോൾ ഇങ്ങനെ സൈൻ ചെയ്യുന്നത് വഴി നിങ്ങളോട് ഞങ്ങൾ സംഘർഷത്തിനില്ല കേട്ടോ എന്ന് പറയാൻ ശ്രമിക്കുകയല്ലേ? ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർട്ടിയുടെ നിലപാട്, CPIM-ന്റെ നിലപാട് അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറി CPIക്ക് അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും തീരുമാനമായിട്ടില്ലല്ലോ, തീരുമാനമാവില്ല എന്ന് തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ശ്രീ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളയിൽ കൊണ്ടുവരാം എന്ന് ഗോവിന്ദൻ മാസ്റ്ററോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലുമോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാക്കേണ്ടി വരും. സ്വാഭാവികമായും ഒരു ഫെഡറൽ സംവിധാനമാകുമ്പോൾ, കേന്ദ്രത്തിലൊരു നിയന്ത്രണ അധികാരമുള്ള ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കേണ്ടി വരും എന്നതിൽ ആർക്കാ തർക്കമുള്ളത്? പിന്നെ മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന നയങ്ങളും നിലപാടുകളും എല്ലാം മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പാക്കിയല്ലോ. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? കൃത്യമായി നയത്തിൻ്റെയും
നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ GST വിഹിതം എത്ര 42% GST വിഹിതം നമുക്ക് എന്തുകൊണ്ടാണ് കൃത്യമായി കിട്ടാതായി പോകുന്നത്? എന്തുകൊണ്ടാണ് നേരത്തെ ബീഹാറിൽ 45,000 കോടി അവരുടെ ബജറ്റ് വിഹിതം അനുവദിച്ചപ്പോൾ കേരളത്തിന് തുച്ഛമായ സംഖ്യയായി മാറിപ്പോയത്? കേന്ദ്ര ഗവൺമെന്റിനോടുള്ള നമ്മുടെ വിയോജിപ്പാണ്, കേന്ദ്ര നിലപാടുകളോടുള്ള നമ്മുടെ വിയോജിപ്പാണ്. എന്നാൽ ആ നിലപാടുകളോടുള്ള വിയോജിപ്പെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബജറ്റ് വിഹിതവും നമ്മുടെ GST വിഹിതവും നമ്മളൊക്കെ കൊടുക്കുന്ന, ഞാനും നിഷാദും ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന നമ്മുടെ നികുതി വിഹിതവും നമുക്ക് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ ചെറിയ ചില നീക്കുപോക്കുകൾ, നമ്മുടെ പോളിസിയുമായി വിയോജിക്കുന്നതേ ആവരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ വേറെ പല സംസ്ഥാനത്തും ആൾക്ക് തോന്നുന്നില്ല അങ്ങനെ, സ്റ്റാലിന് തോന്നുന്നില്ല അങ്ങനെ. അത് കാണണ്ടേ? 10,000 കോടി അവരെ പിടിച്ചു വെച്ച് അവർ കോടതി പോയിരിക്കുകയാണ്. അല്ല, ഇതിനകത്ത് നിജേഷ് അരവിന്ദ്, നിങ്ങൾക്കുള്ള വിയോജിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിന് മറുപടി പറയാം. അതിനുശേഷം നമ്മളെപ്പോലെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണം, നമുക്ക് കേരളയിൽ വേണം. അത് നമ്മുടെ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ വിയോജിപ്പുള്ള സംഗതിയാണ്. പക്ഷേ ഭാവിയെ മുന്നിൽ കണ്ട് നമ്മുടെ ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. പക്ഷേ സമ്മതിക്കില്ല എന്ന് വാശി പിടിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില പോയിന്റിൽ കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. PM ശ്രീ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, അതിൻ്റെ പൈസയും വളരെ കുറവാണ്. പക്ഷേ PM ശ്രീയുടെ പേര് പറഞ്ഞ് 14,000 കോടി നമ്മുടെ വേറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പൈസ വേണം, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കാലവും കൂടിയാണ്. സോ ഇവിടെ MOU സൈൻ ചെയ്താൽ അത് കിട്ടൂ, മറ്റേതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി വരയ്ക്കുകയോ പ്രോജക്റ്റ് റീഡിസൈൻ ചെയ്താലോ അതിൻ്റെ കാശ് കിട്ടൂ. ഗവൺമെൻറ്റിന് വഴങ്ങേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഈ മോദിയുടെ സമഗ്രാധിപത്യ കാലത്ത്? രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ചില നയങ്ങളും നിലപാടുകളുമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ നയങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ മാറ്റം വരുത്തിയിട്ടുമുണ്ട്. നമ്മൾ കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായി CPM എടുക്കുന്ന പല നയങ്ങളും അത് ഒരിക്കലും ഫിലോസഫിക്കലല്ല, അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും CPM ചെയ്തിട്ടില്ലാത്ത, ചെയ്ത് ശീലമില്ലാത്ത ചില വഴികളിലൂടെയാണ് CPM പോകുന്നത്. അതുകൊണ്ടാണ് EDയുടെ സമൻസ് വന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടും പുറം ലോകം അറിഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല, പുറത്ത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അത് മൂടിവെക്കാൻ സമൻസ് കിട്ടിയ ആളുകൾക്കും സമൻസ് അയച്ച ആളുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് ചർച്ചയിലേക്ക് പോലും വന്നില്ലല്ലോ. അദ്ദേഹം നിഷേധിച്ചു, എൻ്റെ മകനത് കിട്ടിയിട്ടില്ല, എൻ്റെ ആഫീസിൽ അത് വന്നിട്ടുമില്ല, അവിടെ അവസാനിച്ചു. എന്തുകൊണ്ട് അതിൻ്റെ പിറകെ നമ്മൾ പോയിട്ടില്ല? അവിടെയാണ് നയമാറ്റം. നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി, ധനകാര്യമന്ത്രി, BJP ഗവൺമെൻറ്റിലെ 4ാമത്തെ മന്ത്രി ഈ കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ കേരള ഹൗസിൽ വന്ന് പ്രാതൽ കഴിച്ച് പോയി. നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചു, പലവട്ടം ചോദിച്ചു, എന്തു നേടി, എന്തായിരുന്നു ചർച്ച, എന്തായിരുന്നു അജണ്ട? നമുക്ക് മറുപടി കിട്ടിയോ? മറുപടി കിട്ടിയില്ല. മാറിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് INLന്റെ പ്രതിയോട് എല്ലാ സ്നേഹവും ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലുള്ള ആൾ പറയുന്നതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് CPM കേരളയുടെ കാര്യത്തിൽ CPM ഇപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞത് എന്താ? ഗോവിന്ദമാഷ് അദ്ദേഹത്തിൻ്റെ ചെറിയ നീക്കുപോക്കുകൾ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, വായിലൂടെ അല്ല മൂക്കിലൂടെയാണ് കഴിക്കാതെ. ചെറിയൊരു മാറ്റമുണ്ട്. ആ ചെറിയ മാറ്റം കുറച്ച് താഴെ വായിലൂടെയാണ് എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരു നയത്തിൽ നിന്നുള്ള വ്യതിയാനം. ശരി, നയം അവിടെ ഇരിക്കുമ്പോൾ നിജേഷ്, പക്ഷേ പൈസ വേണ്ടേ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം എന്താ? ഇത് പണം കൊണ്ടാണോ ഉണ്ടായത്? നത്തിങ് ടു ലോസ് ബട്ട് ചെയിൻസ്, നഷ്ടപ്പെടാൻ ഒന്നുമില്ല ചങ്ങലകളല്ലാതെ എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്ന, സ്റ്റേറ്റ് ഭരിക്കുന്ന സമയത്ത് BJP ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് അവർ പറയുന്ന നിബന്ധനകളെ ഒപ്പുവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. നമുക്ക് പൈസ കിട്ടണ്ടേ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിഷാദെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞത്. നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് കോടതി വഴി പിടിച്ചെടുക്കും, നിങ്ങൾ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അതിവിടുന്ന് എങ്ങനെയാണ് കാലുപിടുത്തത്തിൻ്റെ മൂഡിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയത് എന്നാണ് ചോദിക്കുന്നത്. അത് കേരളയിലാവട്ടെ PMCയോടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ വാങ്ങിയില്ലേ എന്ന ചോദ്യമാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റുകളല്ല സുഹൃത്തെ, അത് രേവന്ത് റെഡ്ഡി ആണെങ്കിലും ശരി, സുഗു ആണെങ്കിലും ശരി, സിദ്ധാരാമയ്യ സർക്കാർ ആണെങ്കിലും ശരി 2022 ഒപ്പുവെച്ചു എന്നുള്ളതാണ് രേഖകൾ പറയുന്നത്. പിന്നെ ബിൽഡിങ്ങൊക്കെ ആയെടുത്ത് അത് പൊളിച്ചു മാറ്റി പോകണം എന്നതായാലും ഞങ്ങൾ പറയാൻ തയ്യാറല്ല. ഏതായാലും PM ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിക്കൽ ഷോപ്പിന് മുമ്പിലൊക്കെ
നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കും പോലെ, റെയിൽവേ സ്റ്റേഷനിലെ ബ്രാൻഡിൽ നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കും പോലെ കേരളത്തിലെ കുറേ സ്കൂളുകൾക്ക് മുന്നിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അത് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയനോ അല്ലെങ്കിൽ ശിവൻകുട്ടിക്കോ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒന്നും അതിൽ സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ആ പദ്ധതി തന്നെ അറിയാം. പിന്നെ കൺകറന്റ് ലിസ്റ്റ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയാണ് മാറ്റിയത്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ പോകണം എന്നുള്ളത് വളരെ കൃത്യമാണ്. 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചത്. ആ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, കുണ്ടും കുഴിയുമായി കിടന്ന ചോർന്നൊലിക്കുന്ന ബോർഡില്ലാത്ത ചോക്കില്ലാത്ത സ്കൂളുകൾക്കകത്തേക്ക് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 നയമാണ്. അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു വാക്കുണ്ടായിരുന്നു, ഇന്ത്യയിലെ നെഹ്റു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് വിദേശത്ത് പോയി പഠിക്കാൻ അവസരം കിട്ടിയ ആളാണ് ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഈ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അവിടെ വെച്ചാണ് വിലപിടിപ്പുള്ള മസ്തിഷ്കങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നതും 10-15 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മസ്തിഷ്കങ്ങളെ അയക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം മാറിയതും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ദിരാഗാന്ധിയൊന്നും കുറ്റം പറയല്ലേ. അത് കാലത്തിന്റെ രണ്ട് ഘടകങ്ങളിനകത്തുണ്ട്. ഒന്ന്, നിജേഷ് ചോദിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഇടതു പാർട്ടികൾക്കും ഒരു നയമില്ലേ, ആ നയത്തെ ഒരു 1300 കോടി രൂപയ്ക്ക് വേണ്ടി വിൽക്കാൻ പാടുണ്ടോ, അത്രയുള്ള ഒരു വില എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടുന്ന, വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. പൗരത്വ നിയമമൊക്കെ വേണമെങ്കിൽ നടപ്പിലാക്കാം, ഒരു 5000 കോടി കിട്ടിയാൽ എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നാണ്. വേറെ ഒരു കാര്യമുള്ളത്, പൈസ വേണം, ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് കോംപ്രമൈസ് എടുക്കേണ്ടി വരും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടർച്ചയായി കേന്ദ്ര സർക്കാരിനോട് കോംപ്രമൈസ് മൂഡിൽ പോകുന്നു എന്ന മട്ട് വരുന്നത് രാഷ്ട്രീയമായി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക? അത് ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കില്ലേ റജി? നിഷാദ്, ഇടതുപക്ഷത്തിനൊരു നയം ഉള്ളതുകൊണ്ടാണ് കാവ്യവൽക്കരണം കേരളത്തിൽ ഏശാതെ പോകുന്നത്. കാവ്യപ്പടയുടെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചരിത്ര സത്യങ്ങളെ കള്ളത്തരങ്ങളായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഇടതുപക്ഷത്തിന് നയമുള്ളതുകൊണ്ട്, സ്ട്രോങ് ആയതുകൊണ്ടാണ്. അവിടെയൊക്കെ എത്ര വേദികളിൽ കോൺഗ്രസ്സുകാർ അണിനിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രത്യക്ഷത്തിൽ തന്നെ കാണാം. മാസങ്ങൾക്ക് മുമ്പ് ഗവർണർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്, കാവ്യ വധിച്ച ഒരു ഗവർണർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും ശ്രമിച്ചതിന് മുന്നിൽ നിന്നത് ഈ പറയുന്ന UDFൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ചരിത്രപരമായുള്ള സത്യമാണ്. അത് ചരിത്രത്തിലേക്കൊന്നും പോകേണ്ട, ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള വസ്തു. അപ്പോൾ നയത്തെക്കുറിച്ചുകൂടെ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവരിപ്പോൾ ആരോപിക്കുന്നത് ഈ പറയുന്ന രീതിയിലുള്ള PM-ശ്രീ, ഞാൻ PM-ശ്രീയെ കുറിച്ച് അധികം പറയേണ്ട, നമ്മളൊക്കെ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത് തീർന്ന കാര്യങ്ങളാണ്. കേരളയിലെ കുറിച്ചാണ്. ഈ PM-ശ്രീയെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെക്കുന്നു, പ്രൈം മിനിസ്റ്റേഴ്സ് അല്ല PM-ശ്രീ എന്നുള്ള പേര് വെക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് പറയുന്നത്, ലോകവീക്ഷണം കുറഞ്ഞതിൻ്റെ ഇതായിരിക്കുകയല്ല, സങ്കുചിത മനസ്സിൻ്റെ. കാരണം ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് അവകാശപ്പെടുന്ന ഇന്ത്യയും അതിനോടൊപ്പം അമേരിക്ക എന്നുള്ള രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റിൻ്റെ പേര് എത്രയോ പദ്ധതികളുണ്ടോ. ഒബാമ അവിടെ പ്രസിഡന്റ് ആയിരിക്കും, ഒബാമ കെയർ അവിടെ ഉണ്ടാകും, ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതല്ല അതിൻ്റെ പ്രശ്നം. അവിടെ ഈ സംസ്ഥാന സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് ഫണ്ടല്ല പ്രധാനം, നയമാണ് പ്രധാനം എന്നുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ നിജേഷ് പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞു. CPM വളരെ പ്രാക്ടിക്കലാണ്. അതിനൊരു ചരിത്ര പശ്ചാത്തലം ഞാൻ പറയാം. ഒറ്റ വാചകം കൊണ്ട് പറയാം. ലോകത്തിലെ ആദ്യത്തെ ഡെവലപ്മെൻറ്റ്സ് നടന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച രാജ്യങ്ങളിൽ അതറിയാം നിങ്ങൾക്ക്. സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ള 26ഓളം രാജ്യങ്ങളിൽ ഇന്നും അതിൽ നിങ്ങൾ പോയിട്ടുണ്ട്. അക്കാലത്തെ ഡെവലപ്മെൻറ്റ്സ് അറിയാം. അന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ലോകത്ത് ഒരു രാജ്യത്തും വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായത്. കേരളത്തിൽ മാറ്റത്തിന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞൊരു കാർൽ മാർക്സിൻ്റെ നയങ്ങളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. എംഗൽസ് എഴുതിയിരിക്കുന്ന ബുക്കിനകത്ത് വാചകങ്ങളൊന്നും വായിച്ചിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ പോളിസിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ. ഹിമാചൽ പ്രദേശിൽ ആരാ ഭരിക്കുന്നത്? തെലങ്കാനയിൽ, കർണാടകയിൽ ആരാ ഭരിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒപ്പിട്ട മൂന്നാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഈ PM-ശ്രീ പദ്ധതിയിൽ കാശ് വാങ്ങിച്ച് പോക്കറ്റിലേക്ക് ഇട്ടു. കേസുമായി സ്റ്റാലിൻ പോയി. ഇതുവരെ സുപ്രീം കോടതി അതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരോട് എന്താ ചോദിച്ചാൽ വിശദീകരണം ചോദിച്ചു. നിങ്ങൾക്കറിയോ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായ സംസ്ഥാനം തമിഴ്നാടാണ്. ആ തമിഴ്നാട് എന്ത് പദ്ധതി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? കേരളത്താണോ? കേരളത്തിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സാമ്പത്തികമായി പീഡനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉള്ള പാസിൻ്റെ വിഹിതം പോലും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് മേടിച്ചെടുത്ത് അവരുദ്ദേശിക്കുന്ന അടിമപ്പൊടി അല്ലെ ഫിലോസഫി, നേരത്തെ വാക്ക് ഉപയോഗിച്ച പോലെ, അല്ലെങ്കിൽ നയം, കാവ്യവൽക്കരണം, ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്?
അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോഴും കേരളം ദാരിദ്ര്യമായിട്ട് ജീവിക്കണം. ഇനി കേരളയിലേക്ക് ഞാൻ വരാം. കേരളയിൽ എന്ന് പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താ? അദ്ദേഹം അയലിൻ്റെ പ്രതിനിധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള ഭേദഗതിയിൽ വരുത്തിക്കൊണ്ട് നടപ്പാക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇനി ഏത് നിർദ്ദേശങ്ങൾ പറഞ്ഞാലും നിഷാദിന് തോന്നുന്നുണ്ട്, നിഷാദ് കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് വരണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? നിഷാദ് ആഴ്ചയിൽ ഒന്നോരോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നേലും സ്വന്തം നാട്ടിലേക്ക് വരാതിരിക്കുമോ? എത്ര മണിക്കൂർ വേസ്റ്റായി പോകുന്നുണ്ട്? കേരളയിൽ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? കേരളയിലെതിരെ പടപുറപ്പാട് നടത്തി കേരളയിലെതിരെ വൃത്തികെട്ട സമരം നടത്തിയതിൻ്റെ അനന്തരഫലമാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അത് പ്രതികരിച്ചു കൊടുത്തത്. ഇനിയും ഇവർ കേരളയിലെ പോലെയുള്ള പദ്ധതികൾക്കെതിരെ നിന്നാൽ കാലഘട്ടത്തിന്റെ വിളികൾ കേൾക്കാത്ത ഞാൻ ചോദിക്കുന്ന കേരളയിൽ നിങ്ങൾ അഡമന്റ് ആയിട്ട് കേരളത്തിന് വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ കേരളയിൽ ആ രൂപത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന്, അതിന് അനുമതിയില്ല, പൈസ ഇല്ല, ഒരു സഹായമില്ല. നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ട് ആ വാർത്ത കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളയിൽ കേന്ദ്ര സർക്കാർ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പോലും ഒരു ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന് എത്ര തവണ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഈ മീറ്റർ ഗേജിന് പരിപാടി നടക്കില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, രേഖാമൂലം പറഞ്ഞിട്ടുണ്ട്. മീറ്റർ ഗേജിന് നടക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പോലെ ഉണ്ടാക്കാം, അതിലുണ്ടാക്കിയാൽ ബാക്കിയുള്ള ട്രെയിനുകൾക്ക് ഭാവിയിൽ ഓടിക്കാം. അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ സെമി ഹൈസ്പീഡ് റെയിൽ എന്നുള്ള പ്ലാൻ ഇല്ല, അത് നടക്കത്തില്ല എന്ന് ഈ ശ്രീധരൻ പറഞ്ഞല്ലോ, പിണറായി വിജയനോട് പറഞ്ഞല്ലോ, നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ ബദൽ പ്രോജക്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അല്ല, ഈ ശ്രീധരന്റെ ആ പ്രോജക്ട് നിഷാദ് വായിച്ചായിരുന്നു, ഞാൻ അതിലേക്ക് തന്നെ വരായിരുന്നു. വായിച്ചായിരുന്നോ? അത് സെമി ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനാണ്, സെമി ഹൈസ്പീഡ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ആദ്യം എതിർത്തു, രണ്ടാമത് അദ്ദേഹം കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി കേരളത്തിന് ഇത് അനിവാര്യമാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ബിസ്കോട്ട് ചെയ്യരുത് ഈ ശ്രീധരൻ. ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം എന്താണ്? നിങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നുള്ളതാണോ? സർക്കാർ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നുള്ളതാണോ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം? കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റെയിലാണ്. ആ റെയിൽ വഴി മറ്റേ റെയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഭാവിയിൽ ഉപയോഗിപ്പിക്കാൻ കഴിയില്ല, ചരക്ക് നീക്കത്തിന് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വലിയ റെയിൽ ഉണ്ടാക്കുക എന്നാണ്. അല്ലാതെ ഇവിടെ മരം മുറിഞ്ഞു പോകുന്നുള്ളത് മോദിയുടെ കൺസേൺ ആണോ? ഇവിടെ രാജ്യത്ത് എവിടെയെങ്കിലും ആണോ? അല്ല, അവരുടെ പ്രശ്നം ഇത് കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടേക്ക് വരേണ്ടി വരും. അതാണ് എം വി ഗോവിന്ദൻ പറയുന്നത്, ചില കോംപ്രമൈസ് എടുക്കേണ്ടി വരും. അല്ലേ, അതല്ല മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഇവിടുത്തെ BJP-ക്കാർ കേരളത്തെ തകർക്കാൻ വേണ്ടി പറയുന്ന പ്രൊപ്പഗാൻഡയിൽ അത് കയറി കൊടുത്തുവാണ് നിഷാദ്. കേന്ദ്ര സർക്കാരിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ BJP-യുടെ അന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ 3 തവണ പത്രസമ്മേളനം നടന്നത് ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണെന്നുള്ളവരും. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അശ്വിനി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മന്ത്രി പാർലമെന്റ് പറഞ്ഞത് എന്താ? അതൊരടഞ്ഞ അധ്യായമല്ല, കുറച്ച് ഭേദഗതി നടത്തി നടപ്പിലാക്കാനായിട്ട് ദക്ഷിണ റെയിൽവേക്ക് ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊന്നും വാർത്തയാക്കിയില്ലേ? നിങ്ങൾ വാർത്തയാക്കിയതാണല്ലോ, ആ ചർച്ച ഞാനിരുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കേരള ഗവൺമെന്റ് കേരളത്തിനെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇല്ലാത്ത വാർത്തകളും പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുക. കേരളയിൽ എന്ന് പറഞ്ഞ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. ഇവിടെ ഒരു തലമുറ പുതുതായിട്ട് വരുന്നുണ്ട്. ഇവിടെ എഴഞ്ഞു പോകുന്ന കേരളമാണ്. 32 ലക്ഷം വാഹനങ്ങൾക്ക് മാത്രം ഓടാനുള്ള സഞ്ചാരയോഗ്യമായ റോഡേ കേരളത്തിലുള്ളൂ. 2,15,00,000 വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നുണ്ട്. ഒരു 8 നാഷണൽ ഹൈവേ ഇപ്പോൾ വരാൻ പോകുന്നവർ അത് പറഞ്ഞാൽ പോലും, അത് വന്നാൽ പോലും പൂർത്തീകരിക്കപ്പെടത്തില്ല കേരളത്തിൻ്റെ വാഹന ഗതാഗതം. മീഡിയ വണ്ണിലെ പോലെ ഒരു ചാനൽ മുന്നിട്ട് നിൽക്കണം, നമുക്ക് കേരളയിൽ വേണം. 22 സെമി ഹൈസ്പീഡ് ട്രെയിൻ പാത ഇന്ത്യയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹി മീററ്റ് സെമി ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ കമ്മീഷൻ ചെയ്തു. കേരളത്തിന് വേണ്ട എന്ന് പറയുന്ന ഈ സങ്കുചിത രാഷ്ട്രീയക്കാരാ. എന്നിട്ട് അവരുടെ മക്കളും വിദേശത്ത് പോയി ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ ആസ്വദിക്കും. കേരളത്തിൽ വേണ്ട. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ പിന്തുടരണം. നമുക്കിത് അനിവാര്യമാണ്. ഭേദഗതി വരട്ടെ. ഇത്രയും കാലം നിങ്ങൾ കേരളയിൽ വരില്ല എന്ന് ആശ്വസിച്ചല്ലോ. കാരണം അതിന് കാരണമുണ്ടായത് കേന്ദ്ര സർക്കാർ അതിന് സമ്മതം കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് അത് മുടങ്ങിക്കിടന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പാരാമീറ്റേഴ്സുമായിട്ട് മാച്ച് ഉണ്ടായിരുന്നില്ല കേരളത്തിന്റെ പ്രോജക്റ്റ്. ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നു നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ്സിലൂടെയൊക്കെ വേണമെങ്കിൽ കേരളയിൽ കൊണ്ടുവരാമെന്ന്. എന്ന് വെച്ചാൽ കേരളയിൽ വരാനുള്ള സാധ്യത കൂടി. വരേണ്ടത് ഈ നാട്ടിൽ കൂടെ തന്നെയാണല്ലോ, നമ്മുടെ വഴികളിലൂടെയും പറമ്പിലൂടെയാണ്. അപ്പോൾ കേന്ദ്രവും കേരളവും ആ കാര്യത്തിൽ ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്തിയാൽ സംഗതി വരും. സഹീർ കേൾക്കുന്നുണ്ടോ? അവസാനം പറഞ്ഞത് കേട്ടില്ലാണോ? ഞാൻ ചോദിക്കുന്നത് കേരളവും കേന്ദ്രവും ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് എത്തുന്നു തോന്നുന്നു. ഒന്ന് അവരുടെ രണ്ടുപേരുടെയും പാരാമീറ്റേഴ്സ് മാച്ച് ചെയ്യാണ് എന്ന് വെച്ചാൽ ആ പദ്ധതി വരുമെന്ന് വിചാരിക്കണം. ഒരിക്കലുമില്ല. കേരളയിൽ സമരസമിതി കേരളത്തിലുള്ളിടത്തോളം കാലം സിൽവർ ലൈൻ പ്രോജക്റ്റ് ഈ ഒരു
ഉദ്ദേശത്തോടുകൂടി നടത്തുകയാണെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല. ഞങ്ങൾ 4.5 വർഷമായി സമരം തുടങ്ങിയിട്ട് സമരം നിർത്തിയിട്ടുമില്ല. ഞങ്ങൾ കോഴിക്കോട് കാട്ടിലപ്പുള്ളിയിൽ 4 വർഷം കഴിഞ്ഞു, 5.5 വർഷം കഴിഞ്ഞു, 6 വർഷത്തോട് അടുക്കുകയാണ്. മാടപ്പള്ളി കോട്ടയത്തും സമരം തുടരുകയാണ്, അതും 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സമരം എവിടെയും പോയിട്ടില്ല, സമരം ലൈവായിട്ട് തന്നെ ഉണ്ട്. ഈ എന്ത് തരത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും സിൽവർ ലൈൻ ഇവിടെ വരാൻ പോകുന്നില്ല. കാരണം അതിന്റെ ഒരുപാട് കാരണങ്ങൾ ഞങ്ങളിവിടെ പല തവണയായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ അവർ EM ശ്രീധരനോട് ഇതൊരു തുരങ്കത്തിലെ തൂണിലെ എന്നുള്ള ഒരു സാങ്കല്പിക ഇത് വെച്ചിട്ടാണ് ഇപ്പൊ അവര് പറയുന്നത്. പക്ഷെ 2014 EM ശ്രീധരൻ പറഞ്ഞത് 1,10,000 കോടി അന്ന് 5 വർഷം കൊണ്ട് കമ്മീഷൻ ചെയ്യാണ് വേണമെന്നാണ്. ഇപ്പോ 1,00,000 കോടിയിൽ താഴെ മതി എന്നാണ് EM ശ്രീധരൻ വെച്ചിരിക്കുന്ന ബന്ധ റിപ്പോർട്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നു 27 കായലുകൾ, 30 നദികൾ, ഇതെല്ലാം മുറിച്ചുകൊണ്ടാണ് ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പാത പോകാൻ പോകുന്നത്. ഒരിക്കലും കേരളത്തിന് അനുയോജ്യമായ പദ്ധതിയല്ല കേരളയിൽ. നിങ്ങൾ നിലവിലുള്ള റെയിൽവേ എങ്ങനെ വേഗത കൂട്ടാം, വളവ് നിർത്താം, അതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ കേരളത്തിന് വേണ്ടി പ്രത്യേക പ്രൊജക്ട് ഉണ്ടാക്കിയതാണ്. അതിലൂടെ എങ്ങനെ ചെയ്യാം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇടത് സർക്കാരാണ്. 27 വർഷമായി ശബരി റെയിൽപാത ഭൂമി ഏറ്റെടുത്തിട്ട് 1 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ പണി തീർക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? അത് സെൻട്രൽ റെയിൽവേ ഡയറക്റ്റ് ഉള്ളതാണ്, കമ്മീഷൻ കിട്ടില്ല. ഇതിൽ കേരളയിൽ അങ്ങനെയല്ല, കമ്മീഷൻ ഉണ്ടാവും. അപ്പൊ അതിനോടാണ് താല്പര്യം. ഇലക്ഷൻ വരികയാണ്, പൈസ വേണം. അപ്പോ അങ്ങനെയുള്ള താല്പര്യങ്ങള് ഇത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ സമരം എന്നത് നിങ്ങളൊരു സമരത്തെ കുറിച്ച് കാണുന്നില്ല. സമരം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെ. പക്ഷേ സമരം വികസന വിരുദ്ധ സമരമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തത്വത്തിൽ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ സർക്കാർ മഞ്ഞക്കുറ്റിയിടുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ തീരെ നടക്കാതായപ്പോഴാണ് നിർത്തിയത്. അതിപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ സമരം ഉണ്ടായിരുന്നു, ഗെയിലിൻ്റെ കാര്യത്തിൽ സമരം ഉണ്ടായിരുന്നു, മറ്റ് പലതിനെതിരെയും സമരമുണ്ട്. നമുക്ക് വയൽക്കിളി സമരം ഓർമ്മയുണ്ട്. പക്ഷേ പദ്ധതി വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട് അങ്ങനെ സമരം എന്ന് പറഞ്ഞാൽ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർ നടത്തുന്ന സമരമാണ് എന്ന മട്ടാണ്. ഇതിപ്പോൾ ഇതിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പോസായി നിൽക്കുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാർ സമ്മതിക്കാത്തതാണ്. കേന്ദ്രത്തിന് സമ്മതിക്കാൻ കഴിയുന്ന ഒരു പുതിയ വരയിലേക്ക് നമ്മൾ എത്തിയാൽ ഇതിങ്ങി വരില്ലെന്ന് ചോദിക്കാൻ ഒരിക്കലുമില്ല. സിൽവർ ലൈനുമായിട്ട് കേരളത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു പുതിയ ജനതയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള DPR ആണ് കേരളത്തിന് വേണ്ടിയിട്ട്, സിൽവർ ലൈന് വേണ്ടിയിട്ട് കേരള സർക്കാർ സമർപ്പിച്ചത്. അത് ആ DPR ഒരിക്കലും അനുയോജ്യമല്ല. അത് മാത്രമല്ല, ഇതൊരു 200ഓളം അധികം സ്റ്റേഷനുള്ള നമ്മുടെ കേരളത്തിൽ ഇതൊരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് വേറെ തന്നെ പോകുന്നൊരു പദ്ധതിയാണ്. അതിന് നമ്മൾ എത്ര എത്ര വില കൊടുത്താലും നമുക്കത് നമുക്ക് നശിക്കാൻ പോകുന്ന നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചാൻ കഴിയില്ല. എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് തന്നെ പോകും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ശരി, എനിക്ക് അബ്ദുൽ അസീസ് നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. നോക്കൂ, ഇതിപ്പോൾ കേരളത്തിന് നടത്തിപ്പിന് വേണ്ടി പൈസ വേണം, അല്ലെങ്കിൽ ചെറിയ കോംപ്രമൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ സർക്കാർ ഞങ്ങളോട് വഴങ്ങില്ല എന്ന് വളരെ അഡമൻ്റായ പൊസിഷൻ എടുത്ത് നിൽക്കെ ഇവിടെ പിണറായി വിജയൻ, നോക്കൂ, ദേശീയ തലത്തിലുള്ള ബദൽ CPIM, ദേശീയ തലത്തിലുള്ള ബദൽ നേതാവ് പിണറായി വിജയൻ എന്നൊക്കെ പ്രചരിപ്പിച്ച ആൾക്കാരാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിന് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുന്ന നേതാവ് എങ്ങനെയാണ് BJPക്ക് ബദലാവുക? അപ്പോൾ ഇവിടെ മമതാ ബാനർജി, സ്റ്റാലിൻ, പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞൊരു ത്രയം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് പിണറായി വിജയൻ ജസ്റ്റ് അങ്ങ് മാറുകയാണോ എന്ന് നിഷാദെ താങ്കളുടെ ഒരു ധാരണ മാത്രമാണ്. പിണറായി വിജയൻ മാറുന്നു എന്നല്ല, അതിനേക്കാൾ ശക്തമായി നിലപാടെടുക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലർക്കും പലതും കിട്ടുമ്പോഴും കേരളത്തിന് കിട്ടാതെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പറയുന്ന ഈ കേരളിൻ്റെ വിഷയത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ PM ശ്രീയുടെ വിഷയത്തിലായാലും ഒന്നും ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ 5 വർഷത്തേക്ക് ഏതാണ്ട് 5000 കോടി ഉറുപ്പിക നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ നഷ്ടം വരാൻ പോവുകയാണ്. ആ 5000 കോടി ഉറുപ്പിക നഷ്ടം വരുമെന്ന് നേരത്തെ 2 വർഷം മുന്നേ തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും നമ്മൾ അതുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല. പക്ഷെ ഇപ്പോ അതിന് ചില ഹോളുകളുണ്ട്. നമ്മൾ കേസ് കൊടുക്കല്ലേ വേണ്ടത്? നമുക്ക് ഇതിന്റെ പേരിൽ അത് തടഞ്ഞു വെക്കാൻ ഭരണഘടനാപരമായ നിയമപരമായിട്ട് ഒന്നും പറ്റിയല്ലോ. ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിനെതിരായി കേസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ യുക്തി. തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം ഇല്ല എന്ന് കേസ് കൃത്യമായി കൊടുക്കുക പറഞ്ഞു എന്ന് കഴിഞ്ഞു. പറഞ്ഞാൽ ചെയ്യാവുന്ന അത് കാര്യമാണ്. സ്റ്റാലിൻ കേസ് മനസ്സിലാക്കുന്നതിന് പകരം കൊടുക്കല്ലോ. അപ്പൊ നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങളില്ല ചോദിക്കുക. കോംപ്രമൈസിന്, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാനാണ് എന്ന് സന്ദേശം കൊടുക്കാനാണ്. അപ്പൊ അങ്ങനെയല്ല. കേസ് കൊടുത്താൽ അങ്ങനെയല്ല. നമ്മൾ ഫൈറ്റിലാണെന്ന് അവർ അങ്ങനെയല്ല. വിചാരിച്ചു ഒരു പോകുമോ എന്ന ഭയപ്പാടാണോ സർക്കാരിന്? അല്ല, ഒരിക്കലുമല്ല. ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ് എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഫൈറ്റ് ചെയ്യേണ്ടിടത്ത് നാം പ്രതിരോധിക്കേണ്ടിടത്ത് പ്രതിരോധിച്ച് നിന്നതിന്റെ ചരിത്രമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ചോദിക്കുന്നത് PM ശ്രീ നടപ്പിലാക്കുന്നു. PM ശ്രീ നടപ്പിലാക്കുമ്പോൾ PM ശ്രീയിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് പ്രവർത്തന രീതിയാണ് വേണ്ടത്, എന്താണ് ഇൻഫ്ര, ഇതെല്ലാം കേന്ദ്രത്തിന്റെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ചെയ്യണ്ടേ? ഇല്ല. NEP-യുമായി ബന്ധപ്പെട്ട് NEP അല്ല, PM ശ്രീ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതിന്റെ പാഠ്യപദ്ധതി എന്താണ്, അവിടെ എന്ത് പഠിപ്പിക്കണം, അവിടെ എന്ത് ഇൻഫ്ര വേണം എന്നതിലൊക്കെ കേന്ദ്ര സർക്കാരിന് പ്ലാനുണ്ട്. അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് എന്താ ചെയ്യാനുള്ളത്? അതുകൂടി പറയൂ നിങ്ങൾ. പൈസ തരില്ല, നമ്മൾ MOU സൈൻ ചെയ്താൽ ചെയ്യണം. അതാണ് പ്രശ്നം. ഈ NEP-യുമായി ബന്ധപ്പെട്ട് NEP കേരളത്തിൽ നടപ്പാക്കുമെങ്കിൽ മാത്രമേ നമുക്ക് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ ഒക്കുള്ളൂ എന്ന നിയമം ഇപ്പൊ നിലവിലില്ലല്ലോ. അല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട MOU ഒപ്പുവെക്കാൻ NEP നടപ്പാക്കിയേ പറ്റൂ. ശരിയാണ്, NEP ഒരു പോളിസിയാണ്. NEP നിയമമൊന്നുമല്ല നടപ്പിലാക്കാൻ, പോളിസിയാണ്. വേണമെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷേ NEP കൊണ്ടുവരാനാണ് PM ശ്രീ. PM ശ്രീ പിന്നെ എന്തിനാണ് അവർ ഇനീഷ്യേറ്റ് ചെയ്തേക്കുന്നത്? PM ശ്രീ അവർ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് NEP കൊണ്ടുവരാനുള്ള റൂട്ടാണ്. PM ശ്രീ അവർ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്താകമാനമുള്ള വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, അതല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുക എന്ന നിലയിൽ തന്നെയാണ്. അത്തരം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ട്. അത് BJP-യുമായി സഹകരിക്കുന്നവരായതുകൊണ്ട്, കോൺഗ്രസ് പോലെയുള്ള കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുള്ളവരുടെ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. കേരളം അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല എന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ശരി. അല്ല, ഇതിനകത്ത് നിജേഷ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 5000 കോടി രൂപ കിട്ടുമല്ലോ, അത് ചെറിയ കാര്യമല്ല. വേറെ എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്? വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. നിജേഷ് പറയട്ടെ, വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ? അല്ല, ഒരു സർക്കാരിൻ്റെ നയം മാറ്റത്തെ ന്യായീകരിക്കേണ്ട ഗതികേടാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി വെച്ച് ഇപ്പോൾ പാർലമെൻ്ററി കാര്യ സമിതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, SSKയുടെ ഫണ്ട് തടയാൻ പാടില്ല. ഈ ഗവൺമെൻറ് ഗവർണർക്കെതിരെ കോടതിയിൽ പോയ ഗവൺമെൻറ് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ ഗവൺമെൻറ് അല്ലേ? നമ്മൾക്ക് അവകാശപ്പെട്ട പണം കിട്ടണമെങ്കിൽ അതിന് നിയമാനുസൃതമായ വഴികളില്ലേ? ഇത് ഒപ്പുവെച്ചാലേ അത് കിട്ടൂ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒപ്പുവെക്കണോ? ഇത് പുതിയ പോളിസിയുടെ ബാക്കി പത്രം തന്നെയല്ലേ? ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന ബ്ലോക്കിലെ 2 സ്കൂളുകൾക്കകത്ത് കേന്ദ്രത്തിൻ്റെ പാഠ്യപദ്ധതിയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഉദാഹരണ സഹിതം പലവട്ടം പറഞ്ഞു. അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു. അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലെ ഏതൊരു സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ ചന്ദ്രനിൽ പോയത് ആരാണെന്ന് ചോദിച്ചാൽ നീൽ ആംസ്ട്രോങ് പറഞ്ഞു. അല്ല, ഹനുമാനാണ് എന്ന് അദ്ദേഹം തിരുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പോളിസിയാണ് മുമ്പോട്ട് വെക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് വെക്കാൻ പോകുന്ന പ്രോജക്റ്റ് ഇതാണ് എന്ന് അറിയാത്ത ആളല്ല പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല, CPI ആണ്. ഇപ്പം INLന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. CPI ആണ്, ASFന്റെ ആളുകളാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ YF-ഉം SF-ഉമാണ് പറഞ്ഞത് ഒരു കാരണവശാലും നടക്കില്ല. ആ മന്ത്രിസഭയ്ക്കകത്തുള്ള രാജൻ മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിലപാട് ശരിയല്ല. ഇതൊക്കെ CPI പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലെ വാർത്ത വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു അങ്ങനെയൊരു നിലപാടെടുത്തതായി അറിയില്ല, ഔദ്യോഗികമായിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ പണം മുഴുവൻ ഞങ്ങൾ വാങ്ങും, പണിയൊന്നും ഞങ്ങൾ നടത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇനി ഈ പണം, തുച്ഛമായ പണം, നമ്മൾക്കറിയാം കേരളത്തിലെ ബഡ്ജറ്റ് വീതം എത്രയാണ്? ലക്ഷക്കണക്കിന് കോടിയാണ്. അതിനിടെ 1600 കോടിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നയം പണയം വെക്കണമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് 2020 കർണാടകയിൽ 585 സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയിൽ ജോയിൻ ചെയ്ത്. കോൺഗ്രസ് ഗവൺമെൻറ് വന്നത് 2023 മെയ് മാസത്തിലാണ്. 2020 തുടങ്ങി 5 വർഷത്തേക്കുള്ള പദ്ധതിയിൽ 3 വർഷവും പൂർത്തീകരിച്ചതിന് ശേഷം പിന്മാറണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാതെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്, ആ നിലപാട് ഉറപ്പിക്കുക. പിന്നെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് ചെറിയ നിലപാട് മാറ്റമുണ്ട്. അത് കൃത്യമായി പറയട്ടെ. ഒരു ദിവസം വാക്കാൽ പറഞ്ഞ് മാറ്റാൻ കഴിയുന്നതല്ലോ. ഇപ്പോൾ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങൾ നീണ്ട ചർച്ച നടത്തിയതാണ്. അതിൻ്റെ ബദലിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷെ കേരളത്തിനകത്ത് കേന്ദ്രം എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഓരോ ഘട്ടത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പറയുന്നുണ്ട് എങ്കിൽ
അത് കഴിഞ്ഞ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണുള്ളത്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികാര്യ മന്ത്രി കൂടിയായ നിർമ്മല സീതാരാമനെ പോയി കണ്ടിരിക്കുന്നത് SFIO കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തിരുത്തിയിട്ടില്ല ഇതുവരെ. EDയുടെ സമൻസ് 2 വർഷം ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് ദുരൂഹതയുണ്ട്. ചിദംബരത്തിനെ പിടിച്ചകത്തിട്ട, ശിവകുമാറിനെ പിടിച്ചകത്തിട്ട, രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത, ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ പിറകെ പോയ ED കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിക്ക് മകൻ അയച്ച സമൻസ്, അതിന്റെ ശരിയിലേക്കും തെറ്റിലേക്കും ഞാൻ പോകുന്നില്ല. അത് ഫ്രീസ് ചെയ്യപ്പെടുന്നു, അത് ഹൈഡ് ചെയ്യപ്പെടുന്നു, അത് പുറത്തു വരുന്നില്ല. അത് പുറത്തു കൊണ്ടുവന്ന പത്രത്തിന്റെ പിറകെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോകുന്നു. എന്നിട്ട് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. എൻ്റെ മക്കളിൽ എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അതിലേക്കൊന്നും അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വികാരത്തിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇങ്ങനെ BJP ഗവൺമെന്റിന്റെ EDയുടെ സമൻസ് 2 വർഷം കേരളത്തിലെ മാധ്യമങ്ങൾ കാണാതെ, കേരളം കാണാതെ, ചർച്ച ചെയ്യപ്പെടാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ വളരെ കൃത്യമായ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധമാണ് നമുക്ക് പുറത്തേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്നപ്പോൾ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം നവകേരള സദസ്സ് നടക്കുന്ന ഇടത്ത് നടത്തിയ മന്ത്രിസഭാ യോഗം കൂടി മാറ്റിവെച്ചുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ യാത്ര അയക്കാനും യാത്ര ഇങ്ങോട്ട് വരുമ്പോൾ സ്വീകരിക്കാനും പോയിട്ടുള്ളത്. ആ നയം മാറ്റം കേരളത്തിൽ, അത് അയ്യപ്പ സംഗമമാവട്ടെ, അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത എല്ലാ നിലപാടുകളിലും ആ നയം മാറ്റം വളരെ പ്രകടമാണ്. ആ പ്രകടമായത്, ഞാൻ പറയുന്നതിൽ പ്രയാസം തോന്നരുത്, നേരത്തെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് കാതോർത്ത ജനത ഇന്ത്യ രാജ്യത്തുടനീളം ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾക്ക് കാതോർത്ത ജനത, ഇടതുപക്ഷം ചില സ്റ്റേറ്റിലേക്ക് ഒതുക്കപ്പെട്ട് കഴിഞ്ഞാലും രാഷ്ട്രീയപരമായി പിറകോട്ട് പോയി കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയുടെ വാർത്തകൾ പോലും 1-ാം പേജിൽ അച്ചടിച്ചു വന്ന സാഗൂതം വീക്ഷിച്ചിരുന്ന ഒരു ഭാരതമുണ്ടായിരുന്നു. അത് യെച്ചൂരിയുടെ കാലത്താവട്ടെ, കാരാട്ടിന്റെ കാലത്താവട്ടെ, സുർജിത്തിന്റെ കാലത്താവട്ടെ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇവിടെ BJP ഗവൺമെന്റും സംഘപരിവാർ ശക്തിയും ശക്തിപ്പെട്ട കാലത്ത് ഇടതുപക്ഷത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ നയിക്കുന്ന കാലത്ത് ആ നിലപാടുകളിലാണ് വെള്ളം ചേർത്തത്. പോളിറ്റ് ബ്യൂറോ എന്ന വാക്ക് നിഷാദൻ നിങ്ങളും ഞാനും കേട്ടിട്ട് കാലം എത്രയായി? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നുള്ള ആക്ഷേപത്തിനൊരു വക വെക്കുന്നുണ്ട് ഈ സന്ദർഭം എന്നാണ് ഞാൻ ഇതിനകത്ത് ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, ഇത് ഇപ്പം കേരളയിലെ കാര്യം അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ അത്ര ഒച്ചത്തിലൊന്നുമല്ല. പക്ഷെ കേരളയിലെ കാലത്തുണ്ടായ സമരം, ആ സമരത്തോടുള്ള ജനങ്ങളുടെ റെസിസ്റ്റൻസ്, അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പുകളിലെ കൂറ്റൻ തോൽവികൾ, ഇവയിൽ നിന്ന് സർക്കാർ പഠിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലെസൺ എന്താണ്? സത്യത്തിൽ കേരളയിൽ കൊണ്ടുവന്നാൽ കൂടുതൽ വോട്ട് കിട്ടുന്നതാണോ, അതോ അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനുള്ള ശ്രമം വോട്ടുകൾ കുറയ്ക്കുന്നതാണോ? എന്താണ് ഗവൺമെന്റിന്റെ ആ കാര്യത്തിൽ കിട്ടിയിട്ടുള്ള ലെസൺ എന്താണ്? അതിലേക്ക് വരുന്നതിന് ഒരു സെക്കൻഡ് നാടി ചെയ്തോട്ടെ, ഒരു ഒറ്റ സെന്റൻസ്. 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ചതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ന് അതിൻ്റെ അവസ്ഥ എന്നറിയോ? 3 സംസ്ഥാനത്തായിട്ട് മെലിഞ്ഞു തുടങ്ങി. 9 മുഖ്യമന്ത്രി വരെ സംഭാവന ചെയ്തു, 121 MP സംഭാവന ചെയ്തു, 646 MLA BJPക്ക് സംഭാവന ചെയ്തു. ആ ഗതികേട് ഏതായാലും CPM ഉണ്ടായിട്ടുമില്ല. CPM ഒരിക്കലും ഇന്ത്യയുടെ ഭരണത്തിൽ വന്നിട്ടില്ല. CPM ഞങ്ങൾ 1-ാമത്തെ കക്ഷിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ CPMന്റെ ശബ്ദം CPMനോട് കൈകോർക്കുന്നതിൽ ഇതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥ ഏതാ? അത് ഇന്നും ബീഹാറിൽ പോലും ഇപ്പം ഈ 18-ാം മണിക്കൂറായിട്ട് പോലും സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാൻ പറ്റാത്ത തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശോഷിച്ച പാർട്ടിയാണെന്ന് പറയുന്നത് അതിനെ ഞാൻ തമാശയായിട്ട് കണക്കാക്കുന്നു. ഇത് നിങ്ങൾ ഈ പറഞ്ഞതിനുള്ള മറുപടി എന്ന് പറയുന്നത്, കേരളയിൽ എന്ന് പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ PM ശ്രീയെക്കുറിച്ച് വിമർശിച്ചു, അതിൻ്റെ പാതി വിമർശനങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കേരളയെ കുറിച്ച് ഇനി വിമർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം നേരത്തെ എന്നോട് നിഷാദ് ചോദിച്ചു, ജനങ്ങളുടെ ഭയങ്കരമായ സമരത്തിൻ്റെ പേരിൽ അത് പിൻവലിച്ചില്ല എന്നുള്ളവരും. ജനങ്ങളുടെ സമരം എൻ്റെ നാട്ടിൽ നടന്നു, മാടപ്പള്ളി. ആ മാടപ്പള്ളി നടന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ, 10ഓളം പേര്, 10ഓളം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്സുകാർ, അതിൽ ഒരു ബ്ലോക്ക് സെക്രട്ടറി വരെയുണ്ട് ചങ്ങനാശ്ശേരി. അയാളുടെ കൈയുടെ പുറകിൽ പെട്രോളായിരുന്നു. പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ പെട്രോൾ ഒഴിച്ചൊരു 10-20 പേരെ അവർ കൊന്നേനെ. ആ സമരത്തിൻ്റെ തീജ്വാലകളാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര കുരിശിത് ബുദ്ധിക്കാരാണ് ഇതിലെ സമരം നടത്തിയത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൂടെയാണ്, ഞാൻ ഈ ജീവിക്കുന്ന നാട്ടിൽ കൂടെ കേരളയിൽ പോകുന്നത്. അവിടെ കേരള സമരമായിട്ട് ഞങ്ങളുടെ അവിടുത്തെ MLA വന്നു, ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. കാരണം വിദേശത്തുള്ള മലയാളികൾ ഇന്ന് ഈ നാട്ടിൽ വരുമ്പോൾ മൂക്കത്ത് വരല് വെക്കുക. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ്. ഇപ്പോൾ കുറേ നല്ല റോഡുകളുണ്ടായി. 66 എന്ന് പറയുന്ന ഇത് നമ്മുടെ നാഷണൽ ഹൈവേ ഉപേക്ഷിച്ചിട്ട് പോയി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയി. അത് റീ ഓപ്പൺ ചെയ്തു. 4-5 ഞാൻ ഈ അടുത്ത ദിവസം കോഴിക്കോട് യാത്ര ചെയ്താൽ
4-5 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. കേരളത്തിൽ ഗെയിൽ പദ്ധതി ഇവരിട്ടേച്ച് കലാപമുണ്ടാക്കി, അത് പൂർത്തീകരിച്ചു. ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചതിനെ കുറിച്ച് ദേശീയ തലത്തിൽ പോലും വാർത്തയായിരുന്നു. എടവൺ ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ ലൈൻ ഇവർ ഉപേക്ഷിച്ചിട്ട് പോയി, റബ്ബർ തടി പോകുന്നു പറഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്തു. അങ്ങനെ എന്തെല്ലാം പദ്ധതി കേരളത്തിൽ ഓപ്പൺ ചെയ്തു. അതിനേക്കാളൊക്കെ അനിവാര്യമാണ് കേരളത്തിനെതിരെ ഇനി ഒരു സമരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേരളം പോർക്കത്തില്ല. സമരത്തിന് മുമ്പിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, അവരെന്തിനായി സമരം ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കാളവണ്ടി യൂത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് പറയുന്നവരൊന്നും കേരളം ഇനി മൈൻഡ് ചെയ്യത്തില്ല. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അതിന് കേരളത്തിലെ ഇവിടുത്തെ യുവാക്കൾ ഒരുപക്ഷെ ഇവർ ഈ കേരളത്തിനെ നശിപ്പിക്കാൻ രാഷ്ട്രീയ ശത്രുതയുടെ പേര് കേരളത്തിനെ പുറകോട്ടടിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ഒരു യുവജന പ്രസ്ഥാനമുണ്ട്. ആ യുവാക്കളും രംഗത്തിറങ്ങും. ഞങ്ങൾക്ക് ഇനി ഇവിടെ വികസനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. ശത്രുക്കളാണ് കൊല്ലത്തെ ആൾക്കാർക്ക് ഒരു മനുഷ്യൻ പറയാണ് 30 വർഷം ഞാൻ KSRTC ബസിന്റെ വളയം പിടിച്ചുണ്ടാക്കിയ 4 സെന്റ് ഭൂമിയും ഒരു വീടുമാണ്, അത് കൊടുക്കത്തില്ല സാർ എന്ന് പറയുന്ന ആള് കേരളത്തിന്റെ ശത്രുവാണോ? അയാളെയും കൂടി അഡ്രസ് ചെയ്തിട്ട് അയാളുടെയും കൂടെ വികാരം മനസ്സിലാക്കിയിട്ട് അയാളെയും കൂടെ വിശ്വാസം നടത്തിയാൽ മതിയെന്ന്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല കേരളം. ഇപ്പൊ ആർക്കാണോ വിയോജിപ്പുള്ളവരെയും കേൾക്കണം. അല്ലാതെ ഒരു ദിവസം രാവിലെ കുറെ പേര് ഇടിച്ച് കയറി ചെല്ലുക, എന്നിട്ട് വീടിന്റെ നെഞ്ചത്തോട് മഞ്ഞക്കുറ്റി ചുമത്തുക. പറ്റിയാലെന്നാ പറഞ്ഞ കേരളം, അത് പറഞ്ഞതും കേരളമാണ്, മറ്റേതല്ല കേരളം. ആ മഞ്ഞക്കുറ്റി ഉണ്ടല്ലോ, അത് തൽക്കാലം കൈവെക്കും. ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവട്ടെ പദ്ധതി എന്തിനാണെന്ന് പറഞ്ഞവരുടെ പേരും കേരളം എന്നാണ്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയട്ടെ. ഈ ലോകത്തിൽ എവിടെ വികസനം നടന്നാലും ഭൂമിയിലല്ല നടത്താൻ പറ്റുള്ളൂ. അല്പം സ്വല്പം ത്യാഗം സഹിക്കണം. കേൾക്കണം. കേന്ദ്രത്തിൽ നിന്ന് തത്വത്തിലുള്ള അനുമതി പോലും കിട്ടുന്നതിന് മുമ്പേ കുറ്റിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കയറി നമ്മോട് പോലും ചോദിക്കാതെ കുറ്റിയിടാൻ. ഇത് കേരളമല്ലേ? ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇല്ലേ പൗരാവകാശം? നമുക്ക് എല്ലാവർക്കും ഇല്ലേ അഭിമാനം? ഞാനും അങ്ങനെയുള്ള യാതൊരു തീരുമാനവും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. ആ പാവങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷനിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. പക്ഷേ അത് നടപ്പാക്കാൻ പറ്റത്തില്ല. LDF സർക്കാരുള്ള കാലത്തോളം നടപ്പാക്കാൻ പറ്റത്തെന്നുള്ള ഈ ശത്രുതയാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഇതതിന്റെ വസ്തുത. ഞാൻ നിഷാദിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിന് വികസനം വേണ്ടേ? നിങ്ങൾ പറയും നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകും, അവിടെ പറയാം അപ്പൊ സ്ഥലം ഉണ്ടെന്നുള്ളവരും. ആ തമിഴ്നാടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊതി വരും കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ. ഈ വയനാട് ടണലിൽ കേരളത്തിന് വികസനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിന് വികസനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കുറെ പേര് തീരുമാനിക്കുക, നിങ്ങളെ ഒരു ലോഡ് മഞ്ഞ കുറ്റിയായിട്ട് ഇറങ്ങുക, ആൾക്കാരുടെ വീട്ടിലെല്ലാം കയറി അതിടുക. അങ്ങനല്ലോ മനുഷ്യന്മാർക്കില്ലേ അന്തസ്, അത് നിങ്ങൾ പാലിച്ചില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക്. ആളുകളുടെ വീട്ടിലേക്ക് രാവിലെ അടുക്കളയിലും ഉമ്മറത്തും എല്ലാം നിങ്ങൾ കുറ്റി നാട്ടിയിടുക. ജനം അത് വലിച്ചെറിഞ്ഞു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എവിടെ തോറ്റത്? എമണ്ടൻ തോൽവിയും തോറ്റു. അത് മനസ്സിലാക്കണമല്ലോ. അതിനുശേഷമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒച്ചത്തിൽ മിണ്ടാതായത്. അതുകൂടി ബൈ ഇലക്ഷൻസ് എടുത്തു നോക്ക്, എവിടെയൊക്കെ തോറ്റുപോയി. വലിയ ഭൂരിപക്ഷം ഞങ്ങൾ തോറ്റെന്നുള്ള വാക്കൊന്നും പറയരുത്. കേരളത്തിലെ ജനങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം നോക്കിയോ എങ്ങനെയാണ് വിജയിപ്പിക്കാൻ പോകുന്നത്. കെ സുധാകരൻ കണ്ണൂർ കാണിച്ചൊരു നാടകമാണ്. സുധാകരന്റെ മോഡേൺ ഐഡിയോളജിയും ഡെവലപ്മെന്റ് ചിന്തകളെ കുറിച്ച് കേരളത്തിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതിനെതിരെ കേരളത്തിനെതിരെ ധൈര്യം ഉണ്ടെങ്കിൽ VD സതീശൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ MLA വയനാട് തുരങ്കം ഞങ്ങൾ നടത്താൻ സമ്മതിക്കരുത് പറഞ്ഞ അദ്ദേഹം കേരളത്തിൽ വരട്ടെ. ഇവർക്ക് എത്ര സീറ്റ് കൂടെ നഷ്ടപ്പെടുന്നുള്ള അറിയാം. അതാ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ വികസനത്തിന് ഇനി പാര പണിയുന്നവർ കേരളത്തിന്റെ ആവർത്തിച്ച് പറയും. കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയാവുന്ന ചെറുപ്പക്കാരും പുതിയ തലമുറയുള്ള കാലത്തോളം നിങ്ങൾ ഈ പറയുന്ന സംഗതി ഒന്നും വില പോവില്ല. അതുകൊണ്ട് കേന്ദ്രം സമ്മതിച്ചാൽ കേരളവും കൂടിയിട്ട് നമ്മൾ സിൽവർ ലൈൻ പണിയും. അല്ല, കേന്ദ്രം പറയുന്നത് പോലെ ഞങ്ങൾ പണിയും എന്നാണ് നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞത്. കേന്ദ്രം പറയുന്നത് പോലെ പണിയെടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായി എന്നുള്ള ലളിതമായ വാക്യമാണ് നമുക്ക് കാണേണ്ടത്. സിൽവർ ലൈനിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇനി അതെന്ത് ചർച്ച ചെയ്യാം? തൃക്കാക്കരയ്ക്ക് ശേഷം നമ്മൾ ആ ലൈനും കണ്ടില്ല, മഞ്ഞക്കുറ്റിയും കണ്ടില്ല, എടുത്ത് ഓടിയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറയും, ഓർമ്മിപ്പിക്കുന്നത് പോലും പേടിയുള്ള കാലത്താണ്. കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊതിയാവും. കാരണം അവിടുത്തെ റോഡുകളൊക്കെ നല്ല കുറച്ച് മെച്ചത്തിലാണ്. ഇവിടുത്തെ പൊതുഗതാഗത മന്ത്രിയെ പറ്റി ഞാൻ പറയുന്നില്ല. പാലം കെട്ടിയാൽ പിറ്റേ ദിവസം വീണ് പോകുന്നതിൻ്റെ കുറ്റം നമ്മളെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ഫറോക്ക് പാലത്തിന് പെയിൻ്റ് അടിക്കുന്നതല്ല മിസ്റ്റർ വികസനം. കേരളത്തിലെ റോഡ് തകർക്കലല്ല വികസനം. ഞാൻ കൂടുതലൊന്നും ദയവ് കൊണ്ട് പറയിപ്പിക്കരുത്. മറ്റ് സ്റ്റേറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണത്തിൻ്റെ പോയ 10 വർഷത്തെ
ഭരണത്തിൻ്റെ പരാജയമാണ് എന്ന് അംഗീകരിക്കുക. നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളെ പറ്റി നിങ്ങൾ ആലോചിക്കുക. ഒരു കാലത്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അറിയുന്ന 10 രൂപ കമ്മീഷൻ കിട്ടും എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എത്ര രൂപ അഴിമതിയാണ് ആ മഞ്ഞക്കുറ്റികളുടെ കാര്യത്തിൽ മാത്രം നടത്തിയത്? ആ അഴിമതിയാണ് നിങ്ങളുടെ ആവശ്യം, കമ്മീഷനാണ് നിങ്ങളുടെ ആവശ്യം. അതിനപ്പുറത്തേക്ക് ഒരു വിഷനും നിങ്ങൾക്കില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുമ്പോൾ എൻ്റെ നെഞ്ഞത്ത് കൂടി അത് നടക്കൂ എന്ന് പറഞ്ഞ ആൾ എസ് ശർമ്മയുടെ കാലത്ത്, ശർമ്മയൊക്കെ ജീവിച്ച നാടല്ലേ ഇത്? കേരളത്തിൽ എന്ത് വന്നാലും തടസ്സപ്പെടുത്തിയ ADB വന്ന സമയത്ത് അതിന് പെയിൻ്റ് അടിച്ച, കരിയോയിലടിച്ച, എത്ര കാലം ട്രാക്ടർ വന്നപ്പോൾ തല്ലിപ്പൊട്ടിച്ച, കമ്പ്യൂട്ടറിനെ തല്ലിപ്പൊട്ടിച്ച, എരിയും വയറിന് പട്ടിണി മാറ്റൂ എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകൾ വികസനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുമ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ സഹയാത്രിക, ലജ്ജയാണ് നിങ്ങളോട് തോന്നുന്നത്. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ എന്ന് ആർജിക്കുമോ അന്നേ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇന്നത്തെ നിങ്ങൾ സംഘപരിവാറിനോട് സമരസപ്പെടുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നു കേരളത്തിലെ ജനത എന്ന് മാത്രമാണ് ലളിതമായി പറഞ്ഞു വെക്കാൻ. ഇതിനകത്ത് സഹീർ PK മാറിയ അലൈൻമെന്റ്, മാറിയ നിർമ്മാണ രീതി തുടങ്ങിയവ വന്നാൽ ഇപ്പോൾ ഈ ഇത്രയും ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല, ഇത്രയും കൃഷിയിടങ്ങൾ നശിപ്പിക്കേണ്ടി വരില്ല, ഇത്രയും വനം നശിപ്പിക്കേണ്ടി വരില്ല, ഇത്രയും മരങ്ങൾ നശിപ്പിക്കേണ്ടി വരില്ല, ഇത്രയും ആവാസ വ്യവസ്ഥയെ കേടുപാട് വരുത്താതെ ഉള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കോംപ്രമൈസിനുണ്ടോ? അല്ല, അതിനു മുമ്പ് എനിക്ക് എന്റെ സഹ പാനലിസ്റ്റ് മാടപ്പള്ളിയിലെ സമരത്തെ പറ്റി എന്താ പറയാ വളരെ മോശമായി കളവ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേരളം ഒരുപാട് കണ്ടതാണ്. മാടപ്പള്ളിയിലെ സമരം കേരളം ഒറ്റക്കെട്ടായി എതിർത്തതാണ്. ഒരൊറ്റ കാര്യം പറയാം, ശാസ്ത്ര പരിസ്ഥിതി ഇവരുടെ ഇടത് സഹയാത്രികരല്ലേ 1,10,10,00,000 വീടുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നാ പറഞ്ഞത്. നിങ്ങൾ ആ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് പഠിക്കൂ. 2016 പ്രകടന പത്രികയിൽ ഇടത് സർക്കാർ മുന്നോട്ട് വെച്ച എന്താ 1,10,10,000 2016 പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? നിലവിലുള്ള റെയിൽവേ ലൈനുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് അന്ന്. അതായത് നിലവിലുള്ള റെയിൽ എങ്ങനെ വേഗത കൂട്ടാം, വളവുകൾ നേരത്തെ എങ്ങനെ വേഗത കൂട്ടാം, അതിൽ കേന്ദ്ര സർക്കാർ റെഡിയാണ്. പക്ഷെ ഇവർക്ക് ഈ സിൽവർ ലൈൻ ഇവിടെ കൊണ്ട് 2019 ഇത് വരുന്നത് 64,000 കോടിയാണ് അന്ന് ഇവരിതിന് ഈ പ്രോജക്റ്റിന് വേണ്ടി പറഞ്ഞത്. അന്ന് തന്നെ നീതി ആയോഗ് എന്താ പറഞ്ഞത്? 1,26,000 കോടി ഇല്ലാതെ ഈ പദ്ധതി അന്ന് കംപ്ലീഷൻ പറയുന്നത് 2024 ഇത് നമ്മൾ 2024 കഴിഞ്ഞ് 25 ഇത് കംപ്ലീഷന് വേണം, അടുത്തൊരു 10 വർഷം വേണം. ഈ പൈസക്ക് ഇവർ എവിടുന്നാണ് കാണുന്നത്? എവിടുന്നാണ് ഈ പൈസ കാണുന്നത്? 2 ലക്ഷം കോടിയിലധികം വേണമെന്നാണ് അന്ന് ശ്രീധരന്റെ ഇത് പറഞ്ഞത്. ഇത് ഈ പൈസ എവിടുന്നാ കാണുന്നത്? ഇത്രയും കടങ്ങൾ കേരളത്തിന് കഴിയോ? ഇല്ല, ഇതൊരിക്കലും. ഇത് കുറച്ച് കമ്മീഷൻ അടിക്കണം. 2 ലക്ഷം അല്ലേ, 50 ലക്ഷം കോടി പറഞ്ഞു. നോണ പറയുമ്പോ ലോജിക്ക് വേണേ. ഇത് കേവലമായ പരിസ്ഥിതി ആശങ്ക മാത്രമല്ല, അതിനപ്പുറമുള്ള ഫീസിബിലിറ്റി ഇഷ്യൂ കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർക്കാവുന്ന പ്രോജക്റ്റ് അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പോയിന്റുകളിലൊന്ന്. അബ്ദുൽ അസീസ്, ഇവിടെ കേന്ദ്ര സർക്കാരോട് കഴിഞ്ഞ ദിവസം അമിത്ഷായിട്ട് കൂടിക്കാഴ്ച നടത്തിയല്ലോ. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അനുഭാവത്തിന് നിലയെടുക്കാം എന്നൊരു കമ്മ്യൂണിക്കേഷനെ തുറന്നായിരിക്കുമോ ഇപ്പൊ ഈ കാണുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്? അത്തരം ചില കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ 1-2 സംഗതികൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും നടക്കില്ല എന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സഹീർ പറഞ്ഞത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേ 66 കേരളത്തിൽ വരുമ്പോൾ തുടക്കത്തിൽ UDFന്റെ കാലത്ത് വലിയ തോതിലുള്ള സമരമായിരുന്നു. ആ സമരക്കാരെ കൺവിൻസ് ചെയ്യാൻ ആ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം സമരക്കാരെ കൺവിൻസ് ചെയ്തു, അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. നമ്മുടെ രാജപാത നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായി. അപ്പോൾ ആർക്കും ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവുമില്ലല്ലോ. നേരത്തെ അതേ സാഹചര്യമാണ് കേരളിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ കേരളിൻ്റെ വിഷയത്തിൽ താങ്കൾ സൂചിപ്പിച്ച, നിഷാദ് സൂചിപ്പിച്ച 4 സെന്റും വീടുമുള്ള KSRTC ഡ്രൈവർ ഞാൻ എങ്ങോട്ട് പോകും എന്ന സ്വാഭാവികമായ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ചോദ്യം നിലനിൽക്കുകയാണ്. ആ ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് നിർത്തിവെക്കുകയും പിന്നീട് വീണ്ടും ഗോവിന്ദൻ മാസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെ നമുക്ക് ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്? നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ നീക്കുപോക്കുകളും മാറ്റങ്ങളും വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ നഷ്ടപരിഹാരവും കൊടുക്കുന്ന വിധം ഇത് എന്തുകൊണ്ട് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു ഒറ്റക്കാര്യം കൂടി ശ്രീ നിജേഷ് അരവിന്ദനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരായി ധാരാളം കേസുകളുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്? ഇത് കോൺഗ്രസ്സുകാരെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. പക്ഷെ ഞങ്ങൾ ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്, അത് നിജേഷ് മനസ്സിലാക്കണം. നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസ് രാജ്യത്തെ വളരെ വിഖ്യാതമായ കേസാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രമാദമായ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയെയോ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കില്ല. കാരണം എന്തെന്നാൽ സംഘപരിവാറും RSSും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ, പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും അത്തരക്കാരെ ഇല്ലാതാക്കുകയും മതനിരപേക്ഷവാദികളെ ജയിലിലിടുകയും ചെയ്യുക എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അച്ചോദ്യം ചോദിക്കില്ല. സഖാവ് പിണറായിക്കെതിരായി താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ താല്പര്യം എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യത്തിന് മറുപടി പറയണം. കോമ്പൻസേഷൻ ആക്ട് 2013 മിസ്റ്റർ അസീസ് ഇതൊക്കെ കൊടുക്കാൻ കാരണമായത്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ശരി, എന്തായാലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് നമ്മൾ വിധേയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമായ മറുപടി ഗവൺമെന്റ് പറയുമോ? ഫണ്ട് കിട്ടുന്ന കാര്യം, കേരളയിൽ നടപ്പിലാകുന്ന കാര്യമൊക്കെ വേറെ തന്നെയാണ്. പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചുള്ള വിശദീകരണം ഗവൺമെന്റ് നൽകേണ്ടതുണ്ട്, സർക്കാർ നൽകേണ്ടതുണ്ട്, CPM നൽകേണ്ടതുണ്ട്. എന്തായാലും അവസാനം താങ്ക് യു സി അബ്ദുൽ അസീസ് സഹീർ, ഒപ്പം തന്നെ നിജേഷ്, റിജി ലൂക്കോസ് ഈ ചർച്ചയുടെ ഭാഗമായതിന്.